ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് മെഴുക്കുരട്ടിയാണ്. 3 ടൈപ്പ് മെഴുക്കുരട്ടിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ചോറിന് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് മതി. അടിപൊളിയായിട്ട് നമുക്ക് ചോറുണ്ണാൻ. ഫസ്റ്റ് ഞാൻ കോവക്കയാണ് ഉണ്ടാക്കുന്നത്. കോവക്ക ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക, നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നല്ല മൂപ്പ് കൂടിയ കോവക്ക എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ഇനി ഒരു ചട്ടിയിലേക്ക് ഞാൻ പച്ചമുളക്, അരിഞ്ഞു വെച്ച കോവക്കയും പച്ചമുളകും ഉള്ളിയും അതുപോലെ ഓയിൽ ഒഴിച്ചിട്ട് ചട്ടിയിലേക്ക് മാറ്റി, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കളറിനും എരിവിനൊക്കെ ആവശ്യമായ മുളക്, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടിയിട്ട് ഒന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടാണ് വേവിച്ച് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഫസ്റ്റ് അടച്ചു വെക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വേണം വെക്കാൻ. കോവക്ക നമുക്ക് ആവശ്യത്തിനായ വേവ് വന്നാൽ പിന്നെ അടച്ചു വെക്കാതെ ഫ്ലെയിം കൂട്ടി കുറച്ചും അടിയിൽ പിടിക്കാതെ നോക്കിയിട്ട് ആ ഒരു കറക്റ്റ് ലെവലിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കാം. ഞാൻ ഇപ്പോൾ അടച്ചു വെച്ചിട്ട് ഫസ്റ്റിൽ അടച്ചു വെച്ച് ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ ആവശ്യമാണെങ്കിൽ ഓയിൽ എന്തായാലും ഇടയ്ക്കിടെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് ലെവലിൽ മെഴുക്കുരട്ടി കിട്ടുന്നത്. ഞാൻ ഇവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കോവക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ആ ഒരു ഫ്രൈ ചെയ്ത ലെവലിൽ ആയി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തത്. ഈ വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയി കിട്ടിയാൽ ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഓയിലിൽ കിടന്ന് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടുന്ന പോലെ അതിൻ്റെ ഒരു പച്ച തൊലിയൊക്കെ കണ്ടോ, അതൊക്കെ ഒന്ന് കളർ ചേഞ്ചായി കിട്ടണം. നമ്മുടെ മെഴുക്കുരട്ടി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയായി. എനിക്ക് ഇതിലും കൂടുതൽ ഫ്രൈ ആയി കിട്ടണമെങ്കിൽ കുറച്ച് ടൈമും കൂടി വെയിറ്റ് ചെയ്യുക. ഞാൻ ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നോക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് മെഴുക്കുരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ക്യാരറ്റ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഉള്ളി, പിന്നെ പച്ചമുളകും ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഓൾറെഡി മുളക് പൊടി ഇടും, പിന്നെ കൂടുതൽ എരിവ് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു പച്ചമുളക് മാത്രമേ എടുത്തത്. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മൺചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായപ്പോൾ ഒരു വറ്റൽമുളക് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഒന്ന് ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം ക്യാരറ്റും അതുപോലെ പച്ചമുളകും ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, എരിവിനാവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ടൈം ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ചു വെച്ച് കൊടുക്കണം. ക്യാരറ്റ് വേവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ക്യാരറ്റ് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ്.
ഞാൻ തുറന്ന് നോക്കിയപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ലെവലിലേക്ക് നമുക്ക് നമ്മുടെ ക്യാരറ്റ് മാറ്റിയെടുക്കണം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുന്ന ഒരു രൂപത്തിലൊക്കെ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെയായി കിട്ടുകയുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഓയിലിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് ഈ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. എന്നാലാണ് നമ്മുടെ പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് ഇത് റെഡിയായി കിട്ടുന്നത്. ഇനി നമുക്ക് പയറാണ് ഉണ്ടാക്കേണ്ടത്. പയർ മെഴുക്കുപുരട്ടി, അച്ചിങ്ങാന്നും ഈ ഒരു വെജിറ്റബിളിന് പറയും. ഇതിന് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയും അതുപോലെ വറ്റൽമുളകും കൂടി ആവശ്യമുണ്ട്. ഒരു 15, ഏകദേശം ഒരു 10-15ഓളം, ഞാൻ എണ്ണയെ നോക്കിയിട്ടില്ല, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4 വറ്റൽമുളക് എടുത്ത് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് ചേർക്കുകയാണ് വേണ്ടത്. ഞാൻ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടായി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ചെടുത്ത ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച പയറിട്ട് കൊടുക്കാം. പയർ ഈ ഒരു ലെവലിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. തോരനല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, മെഴുക്കുപുരട്ടിയാണ്. മെഴുക്കുപുരട്ടിക്ക് കുറച്ച് വലുപ്പത്തിൽ തന്നെ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്ത് അടച്ച് വെക്കുക. പയർ വേവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ച് വെക്കുന്നത്. വെന്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കിയുള്ളത് ചെയ്തതുപോലെ തന്നെ കുറച്ച് ഓയിലൊഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്യുന്ന രൂപത്തിലാക്കി എടുക്കുക. പയറൊക്കെ വെന്ത് എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിന് തിന്നാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മെഴുക്കുപുരട്ടിയുടെ ആവശ്യമേ ഉള്ളൂ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും ബൈ.